സാജൻ സൂര്യ എന്ന മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിന് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാതെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ് സാജൻ സൂര്യ. എന്നാൽ ഇപ്പോൾ ഇത്രയും അധികം പ്രായമായിട്ടും കൊച്ചു പിള്ളേരെ പോലെ സീരിയലിൽ റൊമാൻസ് കളിച്ച് നടക്കുകയാണ് എന്ന് പലരും തന്നെ വിമർശിക്കുന്നുവെന്നാണ് സാജൻ പറയുന്നത്. എന്നാൽ അങ്ങനെ വിമർശിക്കുന്നവർക്കും വിമർശിക്കാം. എനിക്ക് ആ കഥാപാത്രങ്ങൾ കിട്ടുന്നത് എനിക്ക് ആ പ്രായം തോന്നിക്കാത്തത് കൊണ്ടാണല്ലോ, എനിക്ക് ഇപ്പോഴും ഒരു റൊമാൻറ്റിക് ഗൈയായി കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഒരിക്കലും ഈ സംവിധായകന്മാരെന്നെ വിളിക്കില്ലല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എനിക്കത് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കില്ല. നിങ്ങളെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണെന്നാണ് സാജൻ മറുപടിയായി പറയുന്നത്. എന്നെ വിളിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമാണ് ഇപ്പോൾ അഭിനയിക്കാൻ വിളിക്കാറുള്ളത്. അവർക്കിഷ്ടമല്ലെങ്കിൽ, എനിക്ക് ആ കഥാപാത്രം ചേരില്ലെങ്കിൽ അവരൊരിക്കലും എന്നെ വിളിക്കില്ലല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്നും ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയുമാണ്. കാരണം സാജൻ്റെ മറുപടികളെല്ലാം കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും. ഗീതാ ഗോവിന്ദൻ തുടങ്ങിയ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു എന്നാണ് നടൻ സാജൻ സൂര്യ പറയുന്നത്. കിളവനായില്ലേ, കുറേയധികം വർഷമായില്ലേ ഇൻഡസ്ട്രിയിൽ, എന്നിട്ടും ഇപ്പോൾ പ്രേമിച്ച് നടക്കുന്ന കഥാപാത്രം ചെയ്യാൻ നാണമില്ലേ? ഇങ്ങനെ ചോദിക്കുന്നവർ ഒരുപാട് പേരായിരുന്നു. ഇത്തരം ഹേറ്റേഴ്സ് വരാൻ എന്താണ് കാരണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് സാജൻ എടുത്തു പറയുന്നത്. സാജന്റെ വാക്കുകളാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ഇപ്പോഴും പ്രേമിച്ചുകൊണ്ട് നടക്കുകയാണോ? ഇയാളുടെ മക്കൾക്ക് വരെ നല്ല പ്രായമുണ്ട്, എന്നാലും കൊച്ചു പയ്യനെന്നാണ് വിചാരം തുടങ്ങിയുള്ള കമൻറ്റുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. 50 എപ്പിസോഡ് വരെ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു എന്നാണ് സാജൻ സൂര്യ എടുത്തു പറയുന്നത്. നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്നായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ ഈ കമൻ്റ് ഇട്ടവരൊക്കെ കരുതുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അതെൻ്റെ രോമത്തിൽ പോലും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ഇതൊരു പ്രൊഫഷണൽ ജലസി കാരണം നമ്മുടെ കൂടെയുള്ള ആളുകളെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കമൻ്റ് ഇടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് വായിച്ചെങ്കിലും നെഗറ്റീവ് കൂടിയതോടെ കമൻറ്റ് ശ്രദ്ധിക്കാതെയായി എന്ന് വേണം പറയാനെന്ന് ഇപ്പോൾ സാജൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് സാജൻ വെളിപ്പെടുത്തുന്നത്. പിന്നീട് ആ സീരിയലിലെ കഥാപാത്രങ്ങളെ ഏറ്റെടുത്ത് കുറച്ച് കുട്ടികൾ വന്നു. അങ്ങനെ ആയപ്പോഴേക്കും ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പലരും ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി. ഫാൻസ് പേജുകൾ തുടങ്ങി. സീരിയൽ കണ്ടന്റ് മോശമായപ്പോൾ ഗീതാ ഗോവിന്ദം കാണുന്നത് നിർത്തിയെന്ന പബ്ലിക്കായി പോസ്റ്റ് ഇട്ടു. അത്രയ്ക്കും താല്പര്യമുള്ള ഗീതാ ഗോവിന്ദം ഫാൻസ് ഉണ്ട്. സീരിയലുകളുടെ കുറച്ച് ട്രോളുകളൊക്കെ വരുന്നതൊക്കെ പ്രൊമോ മാത്രം കണ്ട് ചെയ്യുന്നവരാണ്. എൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ സീരിയൽ കണ്ടിട്ട് ആരുടെ സാരി ഉടുത്തതാണ് നല്ലതെന്ന് പറയാറുണ്ട്. കഥ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കാറുണ്ട്. വസ്ത്രവും ആളുകൾ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം മോശം കമന്റുകൾ ഇടുന്നവരൊന്നും ഇതറിയുന്നില്ലല്ലോ എന്നാണ് സാജൻ തന്നെ വ്യക്തമാക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.